വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് തകർപ്പൻ പോരാട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം, അതായത് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ എത്ര തവണ നേർക്ക് നേർ വന്നിട്ടുണ്ടെന്ന് അറിയാവും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കണം. ഒപ്പം ഈ ഒരു രണ്ട് ടീമിന്റെയും ചില ടോക്കിംഗ് പോയിന്റ്സ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. പിന്നെ കൊളംബിയ സ്വിറ്റ്സർലാൻഡ് മത്സരത്തിൽ ജയിച്ചിട്ടാണ് സ്വിറ്റ്സർലാൻഡ് അർജന്റീനയ്ക്കൊക്കെ എതിരെ കളിക്കാൻ പോകുന്നത്. ആ മത്സരം കണ്ട ആളാണ് ഞാൻ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, നമ്മൾ 10,000 എന്നൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടാണ് ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. 2023 ജനുവരിയിൽ തുടങ്ങിയ ഒരു ചാനലാണ്. അത് ഇപ്പോഴാണ് ഒരു 10,000 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം ചരിത്രത്തിൽ എത്ര തവണ നടന്നിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത് എവിടെ നിന്ന് എടുക്കുക? പല വെബ്സൈറ്റുകൾ കയറി ഇങ്ങനെ തപ്പി നോക്കും. ഓരോ വെബ്സൈറ്റിലും ഓരോന്നാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ചില വെബ്സൈറ്റിൽ പറയുന്നു 5 മത്സരം, ചില വെബ്സൈറ്റിൽ 4 എന്ന് പറയും, ചില വെബ്സൈറ്റിൽ പറയുന്നത് 6, ചിലതിൽ 7, 8, ഇങ്ങനെയൊക്കെ പറയുന്ന പല പല വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ വെബ്സൈറ്റ് പറയുന്നത് എന്താണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുക. അതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അത് 90% ശരിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അതിന് മുകളിലുള്ള ഒരു ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് നോക്കാം. 7 മത്സരങ്ങളാണ് ചരിത്രത്തിൽ ഇതുവരെ സ്വിറ്റ്സർലാൻഡും ഈ ഒരു അർജന്റീനയും തമ്മിൽ നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ മത്സരം 1966 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. രണ്ടാമത്തെ മത്സരം 1980 നടന്ന ഒരു ഫ്രണ്ട്ലി മത്സരമാണ്. എതിരില്ലാത്ത 5 ഗോളിന് അർജന്റീന ജയിക്കുകയായിരുന്നു. 1984 മൂന്നാമത്തെ മത്സരം നടക്കുന്നത്. ഈ മത്സരവും എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ 1990 നടന്ന മത്സരം, ഫ്രണ്ട്ലി മത്സരമാണ് ഇത്, 1-1 സമനിലയിൽ അവസാനിച്ചു. 2007 ഒരു ഫ്രണ്ട്ലി മത്സരം നടന്നു, അതും 1-1 സമനിലയിൽ അവസാനിച്ചു. 2012 ഒരു ഫ്രണ്ട്ലി മത്സരം നടന്നു, 1-3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 2014 വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 അർജന്റീനയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ നേർക്ക് നേർ വന്നു. എതിരില്ലാത്ത 1 ഗോളിന് അർജന്റീന ജയിച്ചു. ഈ മത്സരം ഒരു പക്ഷേ ഞാൻ കണ്ടിരിക്കാം, ഞാൻ ഓർക്കുന്നില്ല, അപ്പൊ ഞാൻ കൊച്ചാണ്. ഓക്കെ, ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവസാനമായിട്ട് നടന്ന മത്സരം ഇതാണ് കേട്ടോ. 2014 വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 ഈ ഒരു സ്വിറ്റ്സർലാൻഡ് അർജന്റീന മത്സരം, എതിരില്ലാത്ത 1 ഗോളിന് അർജന്റീന ജയിച്ചു. ഇതായിരുന്നു അവസാനമായിട്ട് നടന്ന മത്സരം. ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരത്തിന്റെ 118-ാം മിനിറ്റിലാണ് ഗോൾ വന്നത്. അതായത് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിന്റെ അവസാനം, എക്സ്ട്രാ ടൈം തീരുമ്പോൾ 120 മിനിറ്റ് ആണല്ലോ, എക്സ്ട്രാ ടൈമിന്റെ അവസാനം 118-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. മെസ്സി ഇപ്പോഴും ആ ടീമിലുണ്ട്, ഡി മരിയ ഇല്ല എന്നതാണ്. അപ്പോൾ ഇതാണ് അന്നത്തെ ആ ഒരു മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ചരിത്രത്തിൽ കളിച്ചിട്ടുള്ളത് 7 തവണയാണ്. അതിൽ 5 തവണയും അർജന്റീന ജയിച്ചു. 2 മത്സരങ്ങൾ സമനിലയായി. അതായത് അർജന്റീനയെ പരാജയപ്പെടുത്താൻ സ്വിറ്റ്സർലാൻഡിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വിറ്റ്സർലാൻഡിന് മുന്നിൽ അർജന്റീന ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. ഈ ഒരു ചരിത്രം സ്വിറ്റ്സർലാൻഡിനെ മറികടക്കാൻ കഴിയുമോ എന്നതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇനി അങ്ങോട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഉണ്ടല്ലോ, ഈ ഒരു ടീമിന്റെ ഇതുവരെയുള്ള ജേണി നമുക്ക് നോക്കാം. ഈ ഒരു വേൾഡ് കപ്പിലെ ജേണി ഇവരെ സംബന്ധിച്ച് ഖത്തർ, ബോസ്നിയ, കാനഡ, ഈ 3 ടീമുകൾ അടങ്ങിയ ഗ്രൂപ്പിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ആദ്യത്തെ മത്സരം ഖത്തറുമായിട്ട് 1-1 സമനില. രണ്ടാമത്തെ മത്സരം ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്തങ്ങ് വിട്ടു. മൂന്നാമത്തെ മത്സരത്തിൽ കാനഡയിൽ 1-2 ഗോളുകൾക്ക് തകർത്ത് വിട്ടു. അതിനുശേഷം അൾജീരിയ അറിയാലോ, അർജന്റീനയ്ക്കെതിരെ ഈ ഒരു വേൾഡ് കപ്പിലെ ഗ്രൂപ്പിലെ ആദ്യത്തെ മത്സരം കളിച്ച ടീമാണ് അൾജീരിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് പരാജയപ്പെടുത്തി. അർജന്റീന പരാജയപ്പെടുത്തിയത് 3 ഗോളുകൾക്കായിരുന്നു, സ്വിറ്റ്സർലാൻഡ് 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നെയാണ് കൊളംബിയ ആയിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അർജന്റീന ഈജിപ്ത് മത്സരം കഴിഞ്ഞ് നടന്ന മത്സരമായിരുന്നു കൊളംബിയ സ്വിറ്റ്സർലാൻഡ് മത്സരം. അതുകൊണ്ട് തന്നെ കുറച്ച് അർജന്റീന ഫാൻസ് ഈ ഒരു മത്സരം കാണാനുള്ള സാധ്യതയില്ല. അതായത് കൊളംബിയ ഈ ഒരു സ്വിറ്റ്സർലാൻഡ് മത്സരം കാണാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പറയുവാണ് കേട്ടോ. കൊളംബിയയെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അർജന്റീനക്കാർക്ക് കൊളംബിയ എന്ന ടീം എങ്ങനെ കളിക്കും, അവർ ഏത് രീതിയിലുള്ള ടീമാണ്, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നല്ല ഫിസിക്കലി കളിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ DNA പ്രോപ്പർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു ഗെയിം സ്റ്റൈലുള്ള ടീമാണ് കൊളംബിയ. ആ കൊളംബിയ 21 ഫൗളാണ് ആ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ ചെയ്തത്.
സ്വിറ്റ്സർലാൻഡ് ചെയ്തത് 22 ഫൗൾ. അതായത് കൊളംബിയയ്ക്ക് ഒരു പടി മുകളിൽ. അതായത് ആ ഒരു മാച്ച് കണ്ടവർക്കറിയാം ഭയങ്കര റഫായിട്ടുള്ളൊരു മാച്ചായിരുന്നു. റഫറിയുടെ ഡിസിഷൻസ് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു മാച്ചിൽ. അറിയാലോ VAR ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റഫറിയുടെ ഡിസിഷൻ ഇങ്ങനെ കൊള്ളത്തില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കറന്റിലുള്ളത്. VAR പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു വേൾഡ് കപ്പിൽ. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ആ ഒരു മാച്ച്, അതായത് കൊളംബിയ സ്വിറ്റ്സർലാൻഡ് മാച്ചിൽ 3 യെല്ലോ കാർഡായിരുന്നു സ്വിറ്റ്സർലാൻഡ് താരങ്ങൾക്ക് കിട്ടിയത്. കൊളംബിയൻ താരങ്ങൾക്ക് 2 യെല്ലോ കാർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും റഫ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ആ ഒരു മാച്ച്. എൻഡയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോൾ പൊസിഷൻ മാത്രമാണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡിന് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ മേഖലയിലും ഈ ഒരു കൊളംബിയ തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ഷൂട്ട് അടിച്ചതും ഓൺ ടാർഗറ്റിൽ എത്തിച്ചതും എല്ലാം. പക്ഷെ ഗോൾ ഒന്നും വന്നില്ല. 0-0 സമനിലയായിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോയിട്ടാണ് സ്വിറ്റ്സർലാൻഡ് ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊളംബിയനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാനെന്നല്ല, ഒരു ഭൂരിഭാഗം ഫുട്ബോൾ ഫാൻസും ഈ ഒരു അർജന്റീനയുടെ എതിരാളികളായിട്ട് ക്വാർട്ടർ ഫൈനലിൽ വരുന്നത് കൊളംബിയ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്വിറ്റ്സർലാൻഡാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൊളംബിയയേക്കാൾ കുറച്ചുകൂടി ഈസി സ്വിറ്റ്സർലാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ടീമും ഈസി അല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കൊളംബിയയെ അപേക്ഷിച്ച് അർജന്റീനയ്ക്ക് കുറച്ചുകൂടി നല്ലത് സ്വിറ്റ്സർലാൻഡിനെതിരെ കളിക്കുന്നതാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അർജന്റീനിയൻ പ്ലേയേഴ്സിനോടാണ്, ദയവ് ചെയ്ത് 90 മിനിറ്റിൽ ടെൻഷൻ അടുപ്പിക്കാതെ ഈ കളി നീക്കുക. നിങ്ങൾ ജയിക്കോ തോക്കോ എന്തോ ആകട്ടെ, പക്ഷെ അറിയില്ല, കഴിഞ്ഞ 2 മാച്ച് കണ്ടവർക്കറിയാം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ കാണേണ്ട മാച്ചാണ് സത്യം പറഞ്ഞ അർജന്റീന മത്സരങ്ങൾ. കാരണം എന്താ, അവർ ഓൾറെഡി കപ്പടിച്ചവരാണ്. മെസ്സിയുടെ ആ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവര് ക്യാപ് വെർദെക്കെതിരെ ഫുള്ള് ടെൻഷൻ പിടിപ്പിച്ച് അവസാനം കൊണ്ടുപോയിട്ട് എക്സ്ട്രാ ടൈമിന്റെ അവസാനം കൊണ്ടുപോയി ഗോൾ അടിച്ചു, തിരിച്ചടിക്കുന്നു, വീണ്ടും അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടി അവസാനം കൊണ്ടുപോയി ജയിച്ചു. ഇപ്പൊ കഴിഞ്ഞ മത്സരം 2 ഗോളിന്റെ പുറകിൽ നിന്നിട്ട് അവസാനത്തെ ഒരു 10-15 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് തിരിച്ചു വരുന്നു. വളരെ വലിയൊരു കംബാക്ക് നടക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പോകാതെ ഒരു ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തുള്ള ഒരു ഗെയിം, അല്ലെങ്കിൽ വളരെ കാമായിട്ടുള്ള ഒരു ഗെയിം, അതായിരിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടറിയാം. പിന്നെ കോമൺ ആയിട്ട് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുക്കാം. അതായത് ഈ ഒരു മത്സരം, അതായത് അർജന്റീനയുടെ കഴിഞ്ഞ 2 മത്സരങ്ങൾ, ക്യാപ് വെർദെക്കെതിരെയുള്ള മത്സരമായാലും ശരി, അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരം അതായത് ഈജിപ്തിനെതിരെയുള്ള മത്സരമായാലും ശരി, അവരുടെ ഗോൾ കീപ്പേഴ്സ്, ക്യാപ് വെർദെയുടെ കീപ്പർ ആയാലും ശരി, കഴിഞ്ഞ മത്സരത്തിലെ കീപ്പർ ആയാലും ശരി, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ടീമിന്റെ ഗോൾ കീപ്പറും കഴിഞ്ഞ ഒരു കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ കിടിലം കളി കളിച്ചിട്ടുണ്ട്. ആളുടെ ഒരു മികച്ചൊരു പെർഫോമൻസ് ആണ് കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ അർജന്റീനയ്ക്കെതിരെ ഈ ഒരു സ്വിറ്റ്സർലാൻഡിനെ കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ വരെ പല വമ്പന്മാർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ജർമ്മനി വന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു എടുത്തു പറയേണ്ട ടീം പോർച്ചുഗലിന്, പോർച്ചുഗൽ വലിയ ടീമിനെതിരെ കളിച്ചു, ഓക്കെ. നെതർലാൻഡ്സ്, ഇങ്ങനെയുള്ള പല വമ്പന്മാർക്കും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ പറ്റിയിട്ടില്ല. പലരും റൗണ്ട് ഓഫ് 32 പുറത്തായി, ചിലർ റൗണ്ട് ഓഫ് 16 പുറത്തായി. അങ്ങനത്തെ സാഹചര്യത്തിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവര്. ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിരിക്കുകയാണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ടീം. അതൊരു നല്ലൊരു സംഭവമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ വലിയ ടീമിനെതിരെ കളിച്ചു, ചെറിയ ടീമിനെതിരെ കളിച്ചു, അതൊന്നും ഒരു വലിയ വിഷയമല്ല. അവർ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഒരു 1 സൈഡഡ് മാച്ച് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2 മാച്ചും 1 സൈഡഡ് എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ സംഭവിച്ചത് എന്നത് എല്ലാവരും കണ്ടതാണ്. എന്തായാലും അർജന്റീനയുടെ 11 കഴിഞ്ഞ മത്സരത്തെ പോലെ ഒരു 4 മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഒരു വിങ്ങറിനെ കളിപ്പിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും മറ്റേ നിക്കോളാസ് ഗോൺസാലോസ് ആളെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാം. ഒരുപക്ഷെ ഈ ജൂലിയൻ അൽവാരസിനെയും ലൗറ്ററോ മാർട്ടിനസിനെയും ഒരേ സമയത്ത് കളിപ്പിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അർജന്റീന ഇറങ്ങുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനിയൻ ടീമിൽ നമ്മൾ മെസ്സിനെ വലിയ രീതിയിൽ എല്ലാവരും പുകഴ്ത്തും. കാരണം അത് അങ്ങനെ ചെയ്യുന്ന പരിപാടിക്ക്. പിന്നെ കീപ്പർ
എമിലിയാനോ മാർട്ടിനസിനെ എല്ലാവരും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ റൊമേറോ, അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, പിന്നെ ഫോർവേഡിൽ ജൂലിയൻ ആൽവാരസ്, ലൗറ്ററോ മാർട്ടിനസ്, മറ്റേ എല്ലാവർക്കും, അതായത് മിഡ്ഫീൽഡിൽ കളിക്കുന്ന എല്ലാവരെയും വലിയ രീതിയിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിങ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സിനെ. പക്ഷേ വിട്ടുപോകുന്ന ഒരു പേരാണ് പരേഡസ്. ആൾ അവസാന മാച്ചിൽ ചെയ്ത ആ ഒരു ടാക്കിൾ, അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് പല മത്സരങ്ങളിലും ആള് കൊടുക്കുന്ന ഒരു വൈബുണ്ട്. അതായത് നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 2022 വേൾഡ് കപ്പിനും 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പല പ്ലേയേഴ്സിലും ആ ഒരു ഫയർ ഇല്ല, അല്ലേ? മെസ്സി ഉൾപ്പെടെ പല പ്ലേയേഴ്സിലും അന്ന് കണ്ടിരുന്ന ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം. നോർമലി മെസ്സി എങ്ങനെയാണ് കളിക്കുന്നത് അത് തന്നെയാണ് കളിക്കുന്നത്. 2022 വേൾഡ് കപ്പിൽ ആൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അഗ്രഷൻ ഉള്ള ഒരേ ഒരു പ്ലെയർ പരേഡസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൾ അതിനനുസരിച്ച് കളിക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ പോരാട്ടം നമ്മളെ കാത്തിരിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത്, നോക്കൗട്ടിൽ കണ്ടത് അതുപോലെ തന്നെയാണ്. എന്തായാലും ഒരു ത്രില്ലിംഗ് പോരാട്ടമായിരിക്കും. ആ ഒരു മാച്ചിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്ന് നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.